जाफर का കൈകൈ കൊടുക്കട്ടെ എല്ലാവർക്കും നമ്മുടെ എല്ലാത്തിനും കൂട്ടുന്നത് വെച്ചിട്ട് ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഹരിനാരായണൻ, നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ ശിവകുമാർ, സംഗീത സംവിധായകൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞ കൈയ്യിൽ കൊടുത്തോടെ നമ്മുടെ വേദിയിലേക്ക് ജാഫർ കേസ് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. പേരെടുത്ത് എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഈ ഇരിക്കുന്ന എല്ലാവരും ഈ സിനിമയുടെ ഭാഗമായിരുന്നവരാണ്. പിന്നെ കുറച്ച് പ്രൊഡ്യൂസറിൻ്റെ സുഹൃത്തുക്കളെ ബന്ധുക്കളെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ആളുകളൊക്കെ അതുപോലെ ആദ്യം ഞാൻ നന്ദി പറയുന്നത് ഈ സ്കൂളിൻ്റെ ഈ ഇടത്തിൽ ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കാൻ വന്ന അച്ഛനെ ഞാൻ വലിയ കാര്യമായിട്ടാണ് സ്വീകരിച്ചത്. കാര്യം വെച്ചാൽ എക്സാം നടന്നത് എന്നിട്ട് നമ്മൾ കോഡിങ് കൊടുക്കാനുള്ള ചെയ്യാനുള്ള അനുവാദം വന്നു. അതിന് ഒരു ദൈവകൃപ അച്ഛന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കിട്ടണം ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ പടം സുജീഷ് പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് പടമാണ്. ഈ സിനിമ വൃത്തിഹീനനായിട്ടൊന്ന് പോയിക്കഴിഞ്ഞാൽ ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കും. അറിയിച്ചു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ മക്കളൊക്കെ ആവശ്യമില്ലാത്ത എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നിങ്ങളോട് ശ്രദ്ധിക്കാറില്ല. ഇപ്പം നമ്മുടെ കണ്ണിൽ പറ്റുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഗോപി എന്ന് പറയുന്ന റൈറ്റർ. എന്തായാലും ഈ സംരംഭം ഒരു വൻ വിജയമാക്കി തീർക്കാൻ തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം. എന്തായാലും വന്നല്ലോ എന്താ ഫറീസിന്റെ ശബ്ദത്തോടെ അനുകരിച്ചിട്ടുണ്ട്. ജാഫർക്ക് കൈയ്യിൽ കൊടുക്കുക എല്ലാവരും ചേർന്ന്. താങ്ക് യു. നമുക്ക് ഈ സിനിമ ജാഫർക്ക് നമസ്കാരം. ഈ ഇപ്പോഴത്തെ ഒരു സിനിമ തിയേറ്ററിലൊരു സിറ്റുവേഷൻ നോക്കിയാൽ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ വേഴാമ്പലിനുണ്ട് മഴക്കാലത്തിലുള്ള വേഴാമ്പലിനെ പോലെയാണ് നമ്മുടെ പ്രേക്ഷകർ. നല്ല സിനിമകൾ വന്നാൽ 2 കൈയിൽ നീട്ടി തിയേറ്ററിൽ പോയി കാണാൻ അവർ വളരെ തയ്യാറാണ്. അത്തരൊരു അവസരമാണ് ഇപ്പോൾ അതൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സിനിമകൾക്ക് എപ്പോഴും പ്രേക്ഷകരുണ്ടായിരിക്കും, മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ ഈ സിനിമയും ഒരു നല്ല സിനിമയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഹരിയുടെ കൂടെ 2ാമത്തെ സിനിമയാണ്. മറ്റു പ്രൊഫസറിലും ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സുജീഷിൻ്റെ ഒരു ചിന്തയാണ് ഒരു മകളെ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അതിനാണ് ഒരു യാത്ര തുടങ്ങുന്നത്. ഒരു യാത്രയുടെ ഒരു ഘട്ടമാണിത്. ഇനി സിനിമ ഉണ്ടാകുന്നു, കഥ ഉണ്ടാകുന്നു, തിരക്കഥ ഉണ്ടാകുന്നു, അതിൻ്റെ സംവിധായകർ വരുന്നു, മറ്റേ ടെക്നീഷ്യൻസ് വരുന്നു. അടുത്ത യാത്ര ഇതിൻ്റെ ഷൂട്ടിംഗ് ആണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനാണ് അടുത്ത യാത്ര. യാത്രകളെല്ലാം സുഗമമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. പിന്നെ ജിൻഡോ ചെയ്ത ഈ പരിപാടി ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അതിഗംഭീരമായത്. പലപ്പോഴും ക്രൂകളൊക്കെ പിന്നിൽ നമ്മൾ കുറച്ച് ആളുകൾ ലൈം ലൈറ്റിൽ വരുമെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനവും ആത്മാർത്ഥതയൊക്കെ ഉള്ളതാണ് മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ അവരെല്ലാവരും രംഗത്തേക്ക് വന്ന് വളരെ നല്ലൊരു ഓക്കെ. ഓൾ ദ ബെസ്റ്റ് ഫോർ ദ മൂവി. ഓക്കെ, ഫോർ അവർ. താങ്ക് യു. താങ്ക് യു. നമ്മുടെ പ്രിയപ്പെട്ട പേര് നമ്മൾ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ അനൗൺസ് ചെയ്യും. അതുകഴിഞ്ഞ് സ്വിച്ച് ഓൺ ഉണ്ട്, സ്ക്രിപ്റ്റ് കൈമാറണം. ഒത്തിരി ഇന്ദ്രൻസേട്ടന് വേണ്ടി മാത്രം ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻസേട്ടന്റെ വാക്കുകൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്രിയപ്പെട്ട താരത്തെ ഈ കുടുംബത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യും. നമസ്തേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ബാക്കി പറയേണ്ടത് എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളൊരു വലിയ പടത്തിൻ്റെ തുടക്കമാണ്. അത് ഇങ്ങനൊരു വിദ്യാലയത്തിൽ വെച്ച് തുടങ്ങണമെന്നുള്ള ആഗ്രഹം തന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. സിനിമകളെല്ലാം വലിയ പ്രതീക്ഷയോടെ തുടങ്ങുന്നതാണ് നമ്മൾ. അത് അണഞ്ഞു പോവാതെ തിയേറ്ററിലെത്തുന്നത് വരെയുള്ള ഒരു വലിയൊരു ആദി ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ട്, ഒപ്പം ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. അവരുടെ നിലനിൽപ്പും അതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് തീ കൊളുത്തി ആരംഭിച്ച സിനിമ
വളരെ വലിയ വിജയമാക്കി ഒരു മുൻപോട്ട് പോകാനുള്ള ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യം തരുന്ന ഒരു കഥാപാത്രവും എല്ലാവരുടെ മനസ്സിൽ നിന്നും മായാത്ത സിനിമയായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് പറയാം. പോകരുത്. ഇനിയാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കൃഷ്ണകാശി പ്രൊഡക്ഷൻസിന്റെ ആദ്യ ചിത്രം എന്താണ്, ആ ചിത്രത്തിന്റെ പേര് എന്താണ്, നമ്മളത് ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഈ വേദിയിലേക്ക് ജാഫ്രിക്കെ കൂടി ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇത് നമ്മുടെ ഈ സ്ക്രീനിന്റെ എല്ലാവരും ഒന്ന് മാറി എല്ലാവരും കാണാവുന്ന രീതിയിൽ അത് മാറി കൊടുക്കാം. ആ സ്ക്രീൻ മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ ചിത്രത്തിന്റെ പേരിലേക്ക് നമ്മൾ കിടക്കുന്ന കൃഷ്ണകാശി പ്രൊഡക്ഷൻസ് നമുക്ക് സമ്മാനിക്കാൻ പോകും. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അത് കാണാം. എല്ലാവർക്കും ഈ ചിത്രത്തിന്റെ കൃഷ്ണകാശി പ്രൊഡക്ഷൻസ് ഒരുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം നമുക്ക് വേണ്ടി തരാൻ പോകുന്ന ഇന്ദ്രൻ സേട്ടനും ജാഫ്രിക്കയും ചേർന്ന് അത് നമുക്ക് സമ്മാനിക്കുന്നു. കൃഷ്ണകാശി പ്രൊഡക്ഷൻസ് പ്രസൻസ് കൈയ്യടിക്കാം. ഒരു പോക്കൻ നല്ല കൈയ്യടിച്ചുകൊണ്ട് നമുക്ക് നിറഞ്ഞ കൈയ്യടിച്ചുകൊണ്ട് ഹരിനാരായൺ അതുപോലെ തന്നെ സുധീഷ് മോൻ ചേർന്ന് നമുക്ക് സമ്മാനിക്കാൻ പോകുന്ന, അതുപോലെ തന്നെ ഗോപിനാഥ് പാഞ്ഞാൽ എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശെൽവകുമാർ എന്ന ക്യാമറമാൻ, അതുപോലെ അച്ചു വിജയൻ എന്ന എഡിറ്റർ, അതുപോലെ നമുക്കറിയാവുന്ന പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഉണ്ണി നമ്പ്യാർ, അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട സുവർദ്ധൻ അനൂപ് എന്നിവർ രചിച്ച ഗാനങ്ങൾ വിജയ് യേശുദാസ്, സിത്താര തുടങ്ങിയവർ ആലപിക്കുന്നു. ഏറ്റവും പുതിയ ചിത്രം ഒരു പോക്കൻ. നല്ല കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് അതിൽ പങ്കാളികളാകാം. ഇനി നമ്മുടെ സ്ക്രിപ്റ്റ് കൈമാറുകയാണ്. സ്ക്രിപ്റ്റ് കൈമാറുന്നതിന് പ്രൊഡ്യൂസർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സംവിധായകൻ ചേട്ടാ എണീക്കല്ലേ ഇരിക്കണേ. നമ്മുടെ സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ കുഞ്ഞു നായിക ബേബി കാശ്മീര, നമ്മുടെ രണ്ടമ്മമാര് ചേർന്ന് ക്ലാപ്പ് അടിച്ചുകൊണ്ട് ഈ ചടങ്ങിന് മധുരമാകുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ചടങ്ങുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ക്ലാപ്പ് കൊടുക്കുന്ന